അപ്പോൾ നമ്മളെ കഥ മുഴുവൻ നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ട് അസ്ട്രോളജറുമായിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മുടെ അസ്ട്രോ ടോക്കിലെ അസ്ട്രോളജറുമായിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ കണക്ട് ചെയ്യാം. മാത്രമല്ല ആദ്യത്തെ ചാർട്ട് നിങ്ങൾക്ക് ഫ്രീ ആണ്. പെട്ടെന്ന് പോയി ചെക്ക് ചെയ്താൽ. നമസ്കാരം, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഈ ഫ്രീൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച സമയത്ത് ഈ ഫ്രീൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. യൂട്യൂബിൽ മാത്രം 55 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്, യൂട്യൂബിൽ മാത്രം 55 ലക്ഷം സബ്സ്ക്രൈബേഴ്സുള്ള മീത്ത് മിരി എന്ന് പറഞ്ഞിട്ടുള്ള കപ്പിളാണ്. സാധാരണക്കാരായിട്ടുള്ള 2 പേര് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇവർ ഈ സിറ്റുവേഷനിൽ എത്തിയിട്ടുള്ളത്. ഒന്നും ഓവർനൈറ്റ് അല്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് അവർ ഈ ഒരു പൊസിഷനിൽ എത്തിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ അങ്ങനെ എത്തുന്ന സമയത്ത് നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കും. ചിലത് ആഗ്രഹിക്കാൻ അന്ന് സാധിക്കാത്തതുണ്ടായിരിക്കാം. അതുപോലും അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ഒരുപാട്, നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് പറയായതുകൊണ്ട് അത് പറയാം, ഒരുപാട് പേരുണ്ട് അല്ലേ. അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവരുടെ വീഡിയോസ് നോക്കി അറിയാം, അവർ വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി ഫീൽഡിലുള്ള ഒരു വീട് വെച്ചിട്ടുണ്ട്. അതിന് ഹൗസ് വാമിങ് കഴിഞ്ഞിരുന്നു, സോഷ്യൽ മീഡിയയിൽ നല്ല സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അതിന് ഹോം ടൂർ ഉണ്ട്, അവർ വീട്ടിലുള്ള ഓരോ കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഫോളോവേഴ്സിന് ഡെഫിനറ്റ്ലി ഇത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരിക്കും. ഏകദേശം 8 ലക്ഷത്തോളം പേര് കണ്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ചെറിയൊരു പോർഷനാണ് ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ളത്. അവരുടെ പ്രശ്നങ്ങൾ എന്നുള്ള കണ്ടീഷനിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അവരുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി. അതിൽ ഒരു ചെറിയൊരു പ്രോബ്ലമായിട്ടുള്ള അവർക്ക് വീട് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വീട് വെക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സ്ഥലം നോക്കിയിട്ട് കിട്ടുന്നുണ്ടായില്ല. അപ്പോൾ ആ സ്ഥലം നോക്കിയിട്ട് കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ള സംഭവം, അതൊരു ബ്രോക്കറെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഇറങ്ങി അന്വേഷിച്ചിട്ടോ അല്ല, ഇതൊക്കെ അവരവരുടെ വിശ്വാസമായിട്ടോ. ഒരുപാട് അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരുണ്ട്. ഈ അസ്ട്രോളജേഴ്സിൻ്റെ അടുത്തൊക്കെ പോകുന്ന ഒരുപാട് പേരുണ്ട്, ഞാനും പോകാറുണ്ട്. അപ്പോൾ അത് ഞാൻ അത് അപ്ഫ്രണ്ടായിട്ട് പറഞ്ഞു എന്നുള്ളൂ, അതിലൊന്നും തെറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ് കേട്ടോ. പക്ഷെ അതിൽ നമ്മൾ ഈ സംസാരിക്കേണ്ട സിറ്റുവേഷൻ വരെ റിയാക്ട് ചെയ്യാനുള്ളൂ. അതായത് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട, റിയാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്നത് എന്താ വെച്ചാൽ, ഇയാളിപ്പോൾ ഈ ആദ്യം പറഞ്ഞിട്ടുള്ള സംഭവമാണ് ആസ്ട്രോ ടോക്ക്. എൻ്റെ ഈ കണക്ഷൻ എന്താ പറയുക, ആസ്ട്രോ ടോക്കിൻ്റെ കേസ് പണ്ട് ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ സഞ്ജു ടെക്കി ഇതേപോലെ എന്താ പെണ്ണിൻ്റെ പേര് ഞാൻ മറന്നു, ഇതേമാതിരി ഒരു പെണ്ണിൻ്റെ പേര് പറഞ്ഞ് ഇവൻ പരിചയപ്പെടുത്തിയിരുന്നു സഞ്ജു ടെക്കി. അവരുടെ ആ വീടിൻ്റെ, അതായത് രണ്ടാമത് എന്തോ വീടുണ്ടാക്കിയ സമയത്ത് ഈ വീടുമ്പിലാണ് ഇവരൊക്കെ പിടിക്കുന്നത്, മനസ്സിലാക്കണം. ഈ വീടുണ്ടാക്കിയ സമയത്ത് ഇതേപോലെ വീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആസ്ട്രോ ടോക്കുമായി നിങ്ങൾ സംസാരിക്കുക എന്നും പറഞ്ഞിട്ടൊരു വീഡിയോ അന്ന് അവൻ പറഞ്ഞിരുന്നു. ഞാൻ ആ വീഡിയോ എടുത്ത് അന്ന് റിയാക്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു, കുറേ ആൾക്കാരെ കോൺടാക്ട് ചെയ്തിരുന്നു. അന്ന് അസ്ട്രോനോട്ടറായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഇവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫ്രീ സിറ്റുവേഷനിൽ ഞാൻ സംസാരിക്കുക കൂടെ ചെയ്തിരുന്നു. പക്ഷേ ഫ്രീ സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അവർക്ക് വേണ്ടത് പെയ്ഡ്. അല്ലാണ്ട് ഫ്രീ ആയിട്ട് അഡ്വൈസ് ഒരാളും തരില്ല. നത്തിങ് കംസ് ഫോർ ഫ്രീ. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരു കുന്തവും ഈ ലോകത്തിൽ കിട്ടുന്നില്ല. എല്ലാത്തിൻ്റെ പുറകിലും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ്, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് അറ്റ്ലീസ്റ്റ് സമയം വളരെ വിലപ്പെട്ടാണ്, അല്ലെങ്കിൽ സമയമോ പണോ എന്തെങ്കിലും ഒരു സാധനം അടിച്ചുകൊണ്ട് പോകത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ മറ്റാൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടത്തക്ക രീതിയിലുള്ള ഒരു സംഭവം ഇല്ലാണ്ട് ഒരാളും ഒന്നും ഫ്രീ ആയിട്ട് തരില്ല. ഫ്രീ ആയിട്ടും തരില്ല, ചീപ്പായിട്ടും തരില്ല. ക്വാളിറ്റി നെവർ കംസ് അറ്റ് ചീപ്പ് പ്രൈസ് എന്ന് പറയും അല്ലേ. നത്തിങ് കംസ് ഫോർ ഫ്രീ. ഒന്നും ഫ്രീ ആയിട്ട് തരില്ല. ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും മീത്ത് മിരി ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ അധ്വാനിച്ച് ഈ ഒരു നിലയിലെത്തിയ ആൾക്കാരാണ്. ഒരുപാട് പേർക്ക് അവരോട് കണ്ണുകടിയുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ വെച്ചാൽ അവരും ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അവരുടെ വീട്ടിൽ അവരുടെ മേൽ വരുന്ന കണ്ണേറും ദോഷം വിശ്വാസമുള്ളവർക്ക് പറയാം കേട്ടോ, വിശ്വാസമുള്ളവർക്ക് മനസ്സിലാവും. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ പല പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. പല അമ്പലങ്ങളിലും അവിടെ ഇവിടെയൊക്കെ പോയിരിക്കും. അതൊന്നും നമ്മൾ കൺസേൺ അല്ല. സംസാരം ഈ ഒരു വിഷയം നമ്മൾ സംസാരിക്കുന്ന കാരണം എന്താ വെച്ചാൽ, ഈ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ, ഞാൻ ഈ ആസ്ട്രോ ടോക്ക് നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് ഇപ്പോൾ ആദ്യത്തെ ഒരു വിഷയം തന്നെ നമുക്ക് അവരെന്താ പറഞ്ഞതെന്നുള്ള കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കുക. ഗൂഗിളിലുള്ള റിവ്യൂസ് നോക്കുക. 1 2 അല്ല, ഗൂഗിൾ നോക്കുമ്പോൾ 1600ഓളം റിവ്യൂസാണ് ഈ ഒരു കമ്പനിയെ കുറിച്ചുള്ളത്, ആസ്ട്രോ ടോക്ക്. ഞാൻ അന്ന് ഇതിനെക്കുറിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ റിസർച്ച് ചെയ്തത് കാട്ടിക്കൊണ്ട് വളരെ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അടുത്ത് ആ ഡോക്യുമെൻറ്റ്സ് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയി. ഞാൻ അന്ന് ഈ ആസ്ട്രോ ടോക്കിൽ ഒരു കമൻ്റ് ഇട്ടിരുന്നു. ഞാൻ ഈ ഗൂഗിൾ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള ഒരു റേറ്റിംഗ് മാത്രം കൊടുത്തിട്ട് ജസ്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ട് അന്ന് എന്ന് പറഞ്ഞു വെച്ചാൽ, ഇവർ ഈ ആസ്ട്രോ ടോക്കിൻ്റെ അതിൽ പോയിട്ട് നമ്മൾ എന്തെങ്കിലും റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് നമ്മളെ ഇഷ്യൂ എന്താ എന്ന് മനസ്സിലാക്കിയിട്ട് ആ റിവ്യൂ മാറ്റാനുള്ള പരിപാടികൾ അവർ ശ്രമിക്കും. എക്സെപ്റ്റ് നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് പ്രൊഡക്റ്റാണ് വാങ്ങിയെങ്കിൽ അവരതിന് റിപ്ലൈ തരും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം എഴുതിയിട്ടുള്ള സംഗതി അവർ നമ്മളെ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ട് ആ റിവ്യൂ മാറ്റാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമുണ്ട് ഈ ആസ്ട്രോ ടോക്കിൽ. ഓക്കെ, അപ്പോൾ ഇത് പക്ക ബിസിനസ്സാണ്. ഞാൻ ഈ മീത്ത് മിരിയുടെ കേസ് എന്താ പറഞ്ഞറിയോ,
ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ സിറ്റുവേഷനിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് പ്രൊമോഷൻസ് ഏറ്റെടുക്കാം. പ്രൊമോഷൻസാണ് മെയിനായിട്ട് ഈ യൂട്യൂബേഴ്സിൻ്റെ വരുമാനം എന്നുള്ളത്. അല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള യൂട്യൂബിൽ നിന്നുള്ള ഇൻകം ശരിയാണ് ഉണ്ട് എന്നല്ല, വളരെ സോളിഡ് സോഴ്സ് ഓഫ് ഇൻകമാണ്. പക്ഷേ ഇതുപോലെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ, വീട്, ഇപ്പോൾ വീട് എന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, ലക്സൂറിയസ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള വീടും കാര്യങ്ങളൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പ്രൊമോഷൻസ്, ഇതുപോലെ നല്ല പ്രൊമോഷൻസ് എടുത്താൽ തന്നെ പറ്റുള്ളൂ. അതിപ്പോൾ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നമ്മൾ എത്രത്തോളം രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ലൈഫിൽ എന്നുള്ളത്. പക്ഷേ ആ പ്രൊമോഷൻസ് എടുക്കുന്ന സമയത്ത് ഷുഡ് നോട്ട് ബി അറ്റ് ദി എക്സ്പെൻസ് ഓഫ് സംബഡി എൽസ്. നിങ്ങളെ സബ്സ്ക്രൈബേഴ്സായിട്ട് നിൽക്കുന്ന, നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ വീഡിയോ കണ്ട് നിങ്ങൾ കാര്യമായിരിക്കും പറയുന്നതെന്ന് വിശ്വസിച്ച് നിങ്ങളെ ആൾക്കാരുടെ മുന്നിൽ ഒരു കാരണവശാലും അവരെ പറ്റിക്കുന്ന രീതിയിലുള്ള പ്രൊമോഷൻസ് എടുക്കാനേ പാടില്ല. ഞാൻ അതിന് ടോട്ടലി അഗെയിൻസ്റ്റാണ്. നാളെ ചിലപ്പോൾ ചിലപ്പോൾ എനിക്ക് പ്രൊമോഷൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൊമോഷൻസിന് ഇതിലല്ല, നല്ല കാര്യം തന്നെയാണ്. ഇപ്പോൾ എത്ര ആൾക്കാർ അഡ്വർടൈസ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്, സിനിമാടന്മാരെല്ലാവരും ചെയ്യുന്നില്ലേ, സിനിമ ആക്ടേഴ്സ് ചെയ്യുന്നുണ്ട്, സെലിബ്രിറ്റീസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരാളുടെ എക്സ്പെൻസിലായിരിക്കരുത്. നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കുക, ആ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു, ആ പ്രോഡക്റ്റ് ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. അതിൽ നിന്നും സാമ്പത്തിക ബെനിഫിറ്റോ എന്തെങ്കിലും ബെനിഫിറ്റ്സ് നമുക്ക് പേഴ്സണലി കിട്ടുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ മറ്റാൾക്ക് അതുകൊണ്ടൊരു നഷ്ടം സംഭവിക്കരുത്. ആസ്ട്രോനോട്ട് എനിക്ക് ശരിയായിട്ടുണ്ട്. ആസ്ട്രോടോക്ക് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം, ഇത് പക്ക ഊടായ്പായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം വെച്ചാൽ ഗൂഗിളിൽ റിവ്യൂ നോക്കുന്ന സമയത്ത് ജസ്റ്റ് നോക്കിക്കൊള്ളുണ്ട്, ഞാൻ ഒരു റിവ്യൂ മാത്രം, 1-2 റിവ്യൂ മാത്രമേ വെച്ചിട്ട്. വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ഐ ഹവ് എവർ ഹാഡ് വിത്ത് ദിസ് ആപ്പാണ് കേട്ടോ. ആപ്പ് വെച്ചാൽ വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ദേ സീം ടു ഹാവ് എ വെരി സ്ട്രോങ് മാർക്കറ്റിംഗ് ടീം ദാറ്റ് പ്രൊമോട്ട്സ് ദെയർ സർവീസസ്. ഫസ്റ്റ് ദേ ഓഫർ എ ഫ്രീ ചാറ്റിംഗ് സർവീസ് വെയർ ദേ വിൽ ഗിവ് യു സം പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പ്രഡിക്ഷൻസ്. കുറച്ച് വളരെ കൃത്യമായിട്ട്, എനിക്ക് എൻ്റെ കേസിൽ അതിന് സംഭവിച്ചിട്ടുള്ളത്, വളരെ കൃത്യമായിട്ട് നമ്മളുടെ ആ ഒരു ക്യൂരിയോസിറ്റി മുതലാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രഡിക്ഷൻസ് അവർ ചെയ്യും. പിന്നെ പ്രഡിക്റ്റ് ചെയ്തിട്ട് അവർ വളരെ ടാക്ട്ഫുള്ളി കൈകാര്യം ചെയ്യും. ഒരു പ്രാവശ്യം നമ്മളതിൽ ഹുക്ഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, വൺസ് യു ആർ ഹുക്ഡ്, ദേ ആസ്ക് യു ടു റീചാർജ്. ആഫ്റ്റർ ദ പേയ്മെൻറ്റ് യു ഹാവ് ടു സെലക്ട് എൻ ആസ്ട്രോളജർ. ഫൈനലി യു വിൽ സ്റ്റാർട്ട് ചാറ്റിംഗ്. ദി ആസ്ട്രോളജേഴ്സ് വേസ്റ്റ് യുവർ ടൈം. വെരി ഇമ്പോർട്ടൻറ്റ്. ടൈമിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്, പണത്തിലാണ് ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഇഫ് ദി സെഷൻ ഇസ് ഫോർ 5 minutes, ദേ കീപ് സ്റ്റാളിങ് ബൈ സെയിങ് ദേ ആർ ചെക്കിങ് യുവർ കാർഡ്സ്, കുണ്ഡലി നോക്കുക, അതായത് നമ്മുടെ ജാതകം നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലതും വലിച്ചു കെട്ടിയിട്ട് ആൾക്കാരെടുത്തുനിന്ന് കാശ് അടിക്കുന്ന ഒരു സാധനമാണെന്നുള്ളത് നിങ്ങൾ ഗൂഗിൾ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിൽ പറഞ്ഞിട്ടുണ്ട്. മേക്കിംഗ് യു ക്യൂരിയസ്, ദിസ് ഫോഴ്സസ് യു ടു റീചാർജ് ഓവർ ആൻഡ് ഓവർ, ഫേക്കാണ്, ഫ്രോഡാണ് എന്നാണ് ഈ ഒരു ആസ്ട്രോടോക്ക് അല്ലേ, യെസ്, ആസ്ട്രോടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സാധനത്തെക്കുറിച്ച് ഒരുപാട് പേര് ഗൂഗിളിൽ റിവ്യൂ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ സാധനമാണ് ഏകദേശം 55 ലക്ഷം പേര് ഫോളോ ചെയ്ത് ആൾക്കാരുടെ എക്സ്പെൻസിൽ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഈ മീഥ് മിരിയെ പോലുള്ള ആൾക്കാർ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമാണ്, വേദനാജനകമാണ്. പ്രൊഡക്ട്സ് പ്രൊമോട്ട് ചെയ്തോളൂ. ഞാൻ എൻ്റെ വീട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ള സംഭവങ്ങൾ, ബെഡ്ഷീറ്റ്, ഇതൊക്കെ പറഞ്ഞ് ചെയ്യാമല്ലോ. പക്ഷെ ഇതിന് ഇങ്ങനെ പച്ചയ്ക്ക് പറഞ്ഞിട്ട് ഇതിന് മുന്നത്തെ ആളായിരുന്നു മറ്റവൻ. ഇങ്ങനെയൊക്കെ നേടിയിട്ട് എന്ത് കിട്ടണമെന്ന് ആലോചിക്കുക. വെറുതെ ആൾക്കാരുടെ പ്രാക്കിട്ട്, എന്നിട്ട് ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് 8 ലക്ഷം പേരാണെന്ന് കണ്ടിട്ടുള്ളത്. എത്ര പേര് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളിൽ അവർക്ക് ഉണ്ടായിട്ട് ഇവരോട് തിരിച്ച് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പട്ടി വില കൊടുക്കണം. ഇവരുടെ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിട്ട് അറ്റ്ലീസ്റ്റ് യു ഷുഡ് ഹാവ് സം ഗട്ട്സ് ടു ഓപ്പൺ യുവർ കമൻറ്റ് ബോക്സ് ഓപ്പൺ ആക്കി വെക്കാനുള്ള കുറച്ചെങ്കിലും മാന്യത ആൻഡ് ഗട്ട്സ് ഒക്കെ കാണിക്കണം. ജസ്റ്റ് ചെറിയൊരു പോർഷൻ മാത്രം ഇവിടെ പ്ലേ ചെയ്യാം. നോക്കൂ, ഈ ഗവൺമെൻറ് ജോലിയൊക്കെ ഉള്ള ആൾക്കാർ ഒരു വീട് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ പറയും അത് ലോണാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയും അല്ലേ. പക്ഷേ യൂട്യൂബേഴ്സ് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഒരുപാട് പൂത്ത പൈസ ഉണ്ട്. ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എല്ലാവരും എത്തുന്നത്. ഇയാളും അതെ, അയാളെ കണ്ടാൽ തന്നെ അറിയാം. അവർ അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഭാര്യയും ഭർത്താവും അവരുടെ. ഇറ്റ്സ് നോട്ട് ഈസി. അവർ ഈ നിലയ്ക്ക് ഇന്ന് എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ്. എങ്ങനെ സ്ട്രഗിൾ ചെയ്ത് എത്തിക്കഴിഞ്ഞാലും നിങ്ങൾ യു ഗോട്ട് ദ ചോയ്സ് ടു മേക്ക് യുവർ ഡിസിഷൻസ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ ഡിസിഷൻ എടുക്കാനുള്ള നിങ്ങൾ എടുക്കണം ഡെഫിനറ്റ്ലി. പക്ഷേ ഇതുപോലെ ആൾക്കാരുടെ എക്സ്പെൻസിലായിരിക്കരുത്, ആൾക്കാരെ പറ്റിച്ചിട്ടായിരിക്കരുത്. ജസ്റ്റ് ഞാൻ അവരുടെ പോർഷൻ ഒന്ന് കേൾപ്പിച്ചു തരാം. ഞാൻ നിങ്ങൾക്കൊരു വലിയൊരു കഥ പറഞ്ഞുതരാം. എല്ലാവരും നമ്മളോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടോ, നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയാണ് അല്ലേ, എങ്ങനെയാണ് നിങ്ങൾ അതൊക്കെ തരണം ചെയ്തതെന്ന് കുറേ സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ധവിശ്വാസം എന്നൊക്കെ പറയുകയാണെങ്കിലും എനിക്ക് ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അത് എന്നെ പോസിറ്റീവ് ആക്കുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് ഞാനത് ഫോളോ ചെയ്തിരിക്കും. ഈ വീടെടുക്കാൻ 1.5 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 1 ഇയർ എടുത്തിട്ടാണ് നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ഭയങ്കര ഡിലേ ആയിരുന്നു. നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്ഥലം കിട്ടുന്നില്ല, നമ്മുടെ റേഞ്ചിനുള്ള ബജറ്റിനുള്ള സ്ഥലം കിട്ടുന്നില്ല. അങ്ങനെ ഇങ്ങനെ പറഞ്ഞ കുറെ ആൾക്കാർ ചോദിക്കാം, എന്താ നിങ്ങളിപ്പോൾ ആരെടുത്തൊന്നും പോയി കാണ്, ഏതെങ്കിലും അസ്ട്രോളജറിനെ കാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ പോ. അങ്ങനെ ഒരു ദിവസം നമ്മുടെ അമ്മ എന്നെ പറഞ്ഞു,
എന്തെങ്കിലും നിങ്ങൾ നോക്കണം എന്നൊക്കെ. ആദ്യം എനിക്കൊന്നും വിശ്വാസം ഉണ്ടായില്ല. കല്യാണത്തിന് നമ്മള് ജാതകം നോക്കിന് പിന്നെ സമയം നോക്കി, അത് മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. അതിൽ ജാതകം ഒത്തിട്ടില്ല. നമ്മളെ ജാതകം രണ്ടും ഒക്കാണ്ടാണ് നമ്മള് കല്യാണം കഴിച്ചത്. അങ്ങനെ നമ്മൾ ആസ്ട്രോ ടോക്കില് അഖില എന്ന് പറയുന്ന ഒരു കുട്ടീനെ ഒരു മാഡത്തെ നമ്മൾ പരിചയപ്പെട്ടു കേട്ടോ. ആസ്ട്രോ ടോക്ക് പോയിട്ട് ഇതാണ് അതിലെ ക്യാച്ച്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വീട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുടെ സ്വപ്നമാണ്, ഒരുപാട് പേരുടെ മോഹമാണ്. നല്ലൊരു സ്ഥലം കിട്ടുക, അവിടെ വീട് വയ്ക്കുക, പണം മാത്രം പോരാ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നവരായിരിക്കും, ഇവരൊക്കെ വീഡിയോസ് കാണുന്നവരുണ്ടായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇത് വീട് റിലേറ്റഡ് ആയിട്ട് സെർച്ച് ചെയ്യാത്തവരും കാണാൻ ആഗ്രഹമില്ലാത്തവരും ഉണ്ടായിരിക്കില്ല. എങ്ങനെ ഒരു വീട് വെച്ചു, ഇവർക്ക് എങ്ങനെ ജീവിതത്തിൽ ഇത്രയധികം സൗഭാഗ്യങ്ങൾ ഉണ്ടായി എന്നൊക്കെ അന്വേഷിച്ച് പോകുന്നതിൻ്റെ കൂട്ടത്തിൽ വളരെ നൈസായിട്ട് ഇതുപോലത്തെ ഒരു സാധനത്തിൻ്റെ പ്രൊമോഷനുകൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പൈസയൊക്കെ അവർക്ക് കിട്ടും. അതിൻ്റെ പ്രൊമോഷൻസും കാര്യങ്ങളും ആൾക്കാർ കയറുന്നതിനൊക്കെ കിട്ടും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസുണ്ട്. നെഞ്ചത്ത് കൈവച്ച്, നിങ്ങളിപ്പോൾ ഒരുപാട് വിശ്വാസമൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിനെ പിടിച്ചില്ലെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് നിങ്ങൾക്ക് തന്നെ സ്വയം പറയാൻ കഴിയും നിങ്ങളുടെ നിങ്ങൾ കിട്ടിയിട്ടുള്ള ഈ വീടും പരിപാടി ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള സംഗതി വെറുതെ ഒരു പ്രൊമോഷന് വേണ്ടി ചെയ്തതല്ല എന്നുള്ളത്. ആൾക്കാർ വെറും പൊട്ടന്മാരാന്ന് വിചാരിക്കരുത്. വളരെ കൃത്യമായിട്ട് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇത് ആൾക്കാരെ കബളിപ്പിക്കാൻ വേണ്ടി, പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടി മാത്രം ചെയ്ത വീഡിയോ. ദാറ്റ്സ് വാട്ട് ഐ പേഴ്സണലി ഫീൽ. കാരണം വെച്ചാൽ നിങ്ങൾ ഗൂഗിളിൽ തന്നെ നോക്കിയാൽ മതി. ഗൂഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നെഗറ്റീവ് റിവ്യൂസിലാണ് ഈ ആസ്ട്രോ ടോക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതുപോലത്തെ കാര്യങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നേറിയിട്ടുള്ളത്. അവർ എന്തൊക്കെ പ്രോഡക്ട്സ് ചെയ്യാം. അപ്പോൾ ആ കേട്ടനൊക്കെ നല്ല ഭംഗിയുണ്ട്, ബെഡ് നല്ല രസമുണ്ട്, അവരുടെ വീട് മൊത്തം രസമുണ്ട്, അവരുടെ വീട് അതിൻ്റെ ഒക്കെ ചെയ്തുകൂടെ? ഇന്ന സ്ഥലത്തു നിന്നാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്, അവിടെ നിന്ന് എടുത്തത്. അതും ആൾക്കാർക്ക് താല്പര്യമുള്ളതല്ലേ. അപ്പോൾ കിട്ടുന്ന പേയ്മെൻറ്റ് കുറയുമോ എന്നുള്ളതുകൊണ്ട് അറിയില്ല. ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഒരുപാട് വലിയ എമൗണ്ട് കൊടുക്കും, പൈസ കൊടുക്കും. എന്താണെങ്കിലും അവരുടെ ഇഷ്ടമാണ്. പക്ഷേ കാണുന്നവർക്ക് കുറച്ച് റെസ്പെക്റ്റ് കൊടുക്കുക, കമൻറ്റ് ബോക്സ് ഓണാക്കി വയ്ക്കുക. ഇനിയെങ്കിലും 8 ലക്ഷം പേര് കണ്ടിട്ടുള്ള വീഡിയോയ്ക്ക് വെറും 27 കമൻറ്റ് മാത്രം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടുണ്ട്. അതിലും ഈ ഒരു കാര്യം ഒന്നും പരാമർശിക്കാതെ മുണ്ടാതിരുന്നിട്ടുണ്ടാവും ആൾക്കാർ, ഉണ്ടായിരിക്കില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കമൻറ്റ് ചെയ്യൂ. ദയവ് ചെയ്ത് കാണുന്നവർ പ്രൊമോഷൻസൊക്കെ നല്ല തന്നെയാണ്. നമ്മളിലേക്ക് പല പ്രൊഡക്ട്സും സർവീസസ് എത്തുന്നത് ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സും മറ്റേ സെലിബ്രിറ്റീസൊക്കെ ആഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടാണ്. ഇനിയൊക്കെ അതിൻ്റെയൊക്കെ കാലമാണ്. പക്ഷേ വാങ്ങുന്നവൻ ശ്രദ്ധിക്കുക. ഇതുപോലത്തെ ആഡ് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് അവർക്ക് 1.5 കൊല്ലം തിരഞ്ഞെടുത്തിട്ട് സ്ഥലം കിട്ടാത്തത് ആസ്ട്രോടോക്കിൽ ആ അമ്മായി പറഞ്ഞിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് വിശ്വസിച്ചാൽ ഒരു വെള്ളിയാഴ്ചയും ഒരു വിവരമില്ലാത്ത ആൾക്കാരോടൊക്കെ പറയാനൊന്നും തിരക്കടില്ല. കുറച്ചൊക്കെ ബുദ്ധിയും ബോധമില്ല മലയാളികൾക്ക് അല്ലേ. മലയാളികൾ എത്ര പൊട്ടന്മാരായിട്ടാണ് അവരൊക്കെ കണ്ടിരിക്കുന്നത്.